ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മുഖത്ത് ഇടാൻ മാത്രമല്ല കേട്ടോ, ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലേ. അപ്പം നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം കൊണ്ട് ഊരിടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മൾ ഈ ഷൂവിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഇതുപോലെ ബെഡിലൊക്കെ എന്തെങ്കിലും വെള്ളം വീഴോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് അവർ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ ഒരു ഈർപ്പമൊക്കെ തങ്ങി നിൽപ്പുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി നമ്മൾ ബെഡിൽ അത്രയും ഭാഗത്ത് വെള്ളം വീണ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് വിട്ടാൽ മതി കേട്ടോ. ഈർപ്പമൊക്കെ മാറുകയും ചെയ്യും, അതുപോലെ ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സെപ്റ്റി പിന്നൊക്കെ ഇതുപോലെ എല്ലാവരും വീടുകളിലും ഉണ്ടാവും. നമ്മളിതുപോലെ ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആണിയൊക്കെ നമ്മുടെ വീടുകളിൽ മിക്കവാറും വീടുകളിലുണ്ടാവും. അപ്പോൾ ആണി സൂക്ഷിച്ച് വെക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആണി തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, നമ്മുടെ കിച്ചൺ സിങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഹോളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ ബാഡ് സ്മെല്ല് പുറത്തേക്ക് വരാറുണ്ടല്ലേ, ആ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ ടിന്നുകളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും, എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പൗഡർ നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബർ ബാൻഡിനുള്ളിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണാടിയൊക്കെ എന്തെങ്കിലും മങ്ങലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി കണ്ണാടി നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി. ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ കൊണ്ട് തുടച്ച് വിടുകയാണെങ്കിൽ നല്ല വൃത്തിയായി നല്ല തിളങ്ങുന്ന ഒരു കണ്ണാടിയായിട്ട് മാറും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തുണിയൊക്കെ കബോർഡിലോ അലമാരിലൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ തുണികൾക്കൊക്കെ ഒരു വല്ലാത്ത ഈർപ്പത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകും. അത് മാറാൻ വേണ്ടി കുറച്ച് പൗഡർ നമ്മളൊന്ന് പൊതിഞ്ഞ് ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഉറുമ്പിൻ്റെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് വീട്ടിനുള്ളിൽ എവിടെ ആയാലും കിച്ചണിലായാലൊക്കെ കുറച്ച് പൗഡർ ആ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, നമ്മൾ ഗ്ലൗസൊക്കെ ക്ലീനിങ്ങിനൊക്കെ ഇതുപോലത്തെ റബ്ബർ ഗ്ലൗസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പം നമ്മളത് എടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാകും പരസ്പരം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് കയ്യിലിടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഇട്ടിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ സെറ്റിയും സോഫയൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വെള്ളം വീഴോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുകയോ കൊച്ചുകുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ച് വിടുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും ഈർപ്പമൊക്കെ മാറിക്കിട്ടും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സോക്സൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വിയർപ്പൊക്കെ അടിഞ്ഞിട്ട് വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സോക്സിനുള്ളിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കാലിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ കാലിലുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.